Porifera, Coelenterata, Ctenophora, Platyhelminthes, Aschelminthes, Annelida. In the focus area, all phylum included except a small phylum. And when we discussed about this, during that time I told you, you have to remember these characters in every phylum. That these characters are the characters we have to remember now in the focus area. ഓരോ ഫൈലത്തെ കുറിച്ചും നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ക്യാരക്ടേഴ്സ് പ്രത്യേകം ഓർത്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആ പ്രത്യേക ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. മാത്രമല്ല എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസും ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിൽ ഓർത്തിരിക്കാനുള്ളത്. ഓരോ ഫൈലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ്, അതേപോലെ അവയുടെ എക്സാമ്പിൾസ്. ഇനി അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദി ഫസ്റ്റ് ഫൈലം ഈസ് ഫൈലം പോരിഫറ. പോരിഫറ commonly called sponges. അല്ലേ? ഇതാണ് ഒന്നാമത്തത്. In this phylum we have to remember two important features. ഇതിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? യെസ്, ദി സ്പെഷ്യൽ സെൽസ്, കോനോസൈറ്റ്സ്. അല്ലേ? Then in this we have to remember two characters. One is they possess a water system or canal system. In that water canal system, water enter into the body through small openings present on the surface of their body, and it is called ostia. ഇതാണ് ഒന്നാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. The surface of sponges possess small openings known as ostia. ഈ ജീവികളുടെ ബോഡിയുടെ സർഫസിൽ നിറച്ച് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും, അവർക്ക് ഓസ്റ്റിയ എന്ന് പറയും. അതിലൂടെ വെള്ളം ബോഡിന്റെ ഉള്ളിലേക്ക് കയറും. അല്ലേ? Then that water reach in the central cavity present in the body known as spongocoel. എന്നിട്ട് ആ വെള്ളം ബോഡിയുടെ സെൻട്രൽ ഒരു സ്പേസ് ആണ്, ആ സ്പേസിലെത്തും. ആ സ്പേസിനാണ് സ്പോഞ്ചോസീൽ എന്ന് പറയാം. From the spongocoel then water going out through a large opening, and that a large opening is called osculum. ഈ രണ്ട് ടേമുകൾ ഓർമ്മയിലുണ്ടാവും. ബോഡിയുടെ സർഫസിൽ നിറച്ച് ചെറിയ സുഷിരങ്ങൾ അവർക്ക് ഓസ്റ്റിയ എന്ന് പറയും. ബോഡിയുടെ മുകൾ ഭാഗത്തെ ആന്റീരിയർ എൻഡിൽ ഒരു വലിയ ഓപ്പണിംഗ്, അതിന് ഓസ്കുലം എന്ന് പറയും. ക്ലിയർ? ആ കനാൽ സിസ്റ്റത്തിലൂടെ വെള്ളം ഒഴുകാനുള്ള ഒരു മെത്തേഡായത്. അപ്പൊ ഈ രണ്ട് ടേമുകൾ ഓസ്റ്റിയ, ഓസ്കുലം, ആരിലതുള്ള സ്പോഞ്ചില് അല്ലെങ്കിൽ പോരിഫറയില്. ദെൻ സെക്കൻഡില് ദി സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ് ആർ ലൈൻഡ് ബൈ സ്പെഷ്യൽ സെൽസ്. ദാറ്റ് സ്പെഷ്യൽ സെൽസ് possess a collar and a flagellum, and such special cells are called കോനോസൈറ്റ്സ്. അതാണ് രണ്ടാമത്തത്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് പോരിഫറയിൽ ഓർത്തിരിക്കാനുള്ളത്. പ്രസൻസ് ഓഫ് ഓസ്റ്റിയ ആൻഡ് ഓസ്കുലം ആൻഡ് പ്രസൻസ് ഓഫ് കോനോസൈറ്റ്സ്. സ്പോഞ്ചിന് എക്സാമ്പിൾ സൈക്കൺ, യൂസ്പോഞ്ചിയ ആൻഡ് സ്പോഞ്ചില്ല. അങ്ങനെ 3 എക്സാമ്പിൾ: സൈക്കണ്, യൂസ്പോഞ്ചിയ ആൻഡ് സ്പോഞ്ചില്ല. ഇത്രയാണ് പോരിഫറയിൽ ഓർത്തിരിക്കാനുള്ളത്. ക്ലിയർ? അങ്ങനെ തന്നെ ഇപ്പൊ തന്നെ ഇതിന്റെ കൂടെ എഴുതി വെക്കണം, പഠിക്കുകയും വേണം. Then which one is the next phylum? ഏതാ അടുത്ത ഫൈലം? Coelenterata. It is also called Cnidaria. അല്ലേ?
In this, we have to remember again two important features. ഇതിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് പഠിക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ട് ഈ ഫൈലത്തിന് നിഡേറിയ എന്നുള്ള പേര് കിട്ടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? യെസ്, they have nidoblast. That is, coelentrates possess special structures on their tentacle and body surface for anchoring, for defense, and for capturing their prey. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചില പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിന് നിഡോബ്ലാസ്റ്റ് എന്ന് പറയും. ഒന്ന്, അവർക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റിൽ പിടിച്ചു നിൽക്കാൻ, അതാണ് ആങ്കറിങ്. രണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്, അവർക്ക് ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള സ്ട്രക്ചേഴ്സിനാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുക. ആൻഡ് ദിസ് നിഡോബ്ലാസ്റ്റ് possess a poison filled bladder with a sting. അപ്പൊ നിഡോബ്ലാസ്റ്റിൽ എന്താ ഉണ്ടാവുക? പോയിസൺ ഫില്ല് ചെയ്ത ഒരു ബ്ലാഡറും അതിനൊരു കുത്താനുള്ള ഒരു ചെറിയ സ്ട്രക്ചറും ഉണ്ടാവും. അതിനാണ് നിമാറ്റോസൈറ്റ് എന്ന് പറയുക. സോ വിത്ത് നിമാറ്റോസൈറ്റ്സ്, they have nidoblasts with nematocytes. ഇതിൻ്റെ ഒരു ചിത്രം ബുക്കിലുണ്ട്. ആ ചിത്രം ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ചിത്രം നിങ്ങൾ നോട്ട് ചെയ്യണം. ആ ചിത്രം തന്നിട്ട് എന്താന്ന് ചോദിക്കുക. എന്താണ് ആ ചിത്രം? ഇങ്ങനെ ഒരു ക്യാപ്സ്യൂളാണ്, ഒരു സെല്ല്. അതിൻ്റെ ഉള്ളിൽ പോയിസൺ ഫില്ല് ചെയ്ത ഒരു ബ്ലാഡർ, എന്നിട്ട് അതിനിങ്ങനെ ഒരു സ്റ്റിങ്. ഇതിൽ നിന്നകത്തുനിന്ന് അത് തൊടുത്തു വിടാൻ പറ്റും. അങ്ങനെ ശത്രുക്കളെ പേടിപ്പിക്കുക, ഇര പിടിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതുപയോഗിച്ചിട്ട് ടെൻഡക്കിളും ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാനും പറ്റും. ഇതിനാണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുക. Then second character is alternation of generation. The രണ്ടാമത്തെ ക്യാരക്ടർ alternation of generation. ഇതിനൊരു സിമ്പിൾ ടേം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? ഓർക്കണ്ടോ? യെസ്, മെറ്റാസ്റ്റാസിസ്. ഓർക്കണുണ്ടല്ലോ. അങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാവണം. അപ്പൊ പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് കിട്ടും. മെറ്റാസ്റ്റാസിസ്. എന്താണ് ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്? അതിനു മുമ്പ് നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടെ പറയണം അല്ലേ? coelentrates possess two types of body forms, polyp and medusa. ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? പ്രത്യേകമായിട്ട് പഠിക്കണം ഞാൻ പറഞ്ഞിരുന്നു. അതെന്നെ ഇതിലും വരും. They have two types of body forms, polyp and medusa. എന്താ രണ്ട് നമ്മള് വ്യത്യാസം അല്ലെങ്കിൽ രണ്ടിന്റെയും ഫീച്ചേഴ്സ് എന്താ? പറയൂ. പോളിപ്പ് ഈസ് ലൈക്ക് ഹൈഡ്ര, ഹൈഡ്രന്റെ പോലെ അല്ലേ? എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് sessile or sedentary, that means attached with objects, and cylindrical in shape, ലൈക്ക് ഹൈഡ്ര. രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, മൂവ് ചെയ്യൂല, അറ്റാച്ച് ചെയ്ത് നിൽക്കും, പ്രയറായിട്ട് മൂവ് ചെയ്യുള്ളൂ. രണ്ടാമത് ഷേപ്പാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ്, ഹൈഡ്രയെ പോലെ. എന്നാൽ മെഡൂസ എങ്ങനെയാ? ഇറ്റ് ഈസ് ഫ്രീ സ്വിമ്മിങ്, വെറുതെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നടക്കും. പിന്നെയോ ഷേപ്പ് എന്താ? അംബ്രല ഷേപ്പ്ഡ്, ലൈക്ക് ജെല്ലി ഫിഷ് ഓർ ഒറീലിയ. ഇങ്ങനെ ഇവരില് രണ്ട് തരം ബോഡി ഫോംസ് കാണാൻ പറ്റും. ഒന്ന് ഇതുപോലെ ഹൈഡ്രയൊക്കെ പോലെ,
സിലിണ്ട്രിക്കൽ ബോഡി അറ്റാച്ച്ഡ്. രണ്ടാമത്തതോ അംബ്രല ഷേപ്ഡ് ബോഡി. And it is free swimming. This is polyp and this is medusa. ഇങ്ങനെ കുറേ നിഡേറിയൻസിന് സിലൻഡ്രേറ്റിന് പോളിപ്പ് ഉണ്ടാവുക, കുറേ എണ്ണത്തിന് മെഡൂസ ഉണ്ടാവുക. ബട്ട് എ ഫ്യൂ possess both polyp and medusa body forms. പക്ഷെ കുറച്ചെണ്ണത്തിന് ഇത് രണ്ടും കൂടെ ഉണ്ടാവും. During their life, at one time they have polyp and in the next generation they have medusa. Then again it is repeated and this is called alternation of generation. That is, polyp reproduce asexually into medusa. പോളിപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്ന് അല്ലെങ്കിൽ ബഡ്ഡിങ് നടന്ന് മെഡൂസ ഉണ്ടാവുക. Then this medusa reproduce sexually to form polyp. അതേപോലെ മെഡൂസ പോളിപ്പ് ഫോം ആയിട്ട് മാറും സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ. അപ്പോൾ ഒരു ജനറേഷനിൽ പാരന്റ് പോളിപ്പ്, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ കുഞ്ഞുങ്ങൾ മെഡൂസ. ആ മെഡൂസ കുഞ്ഞുങ്ങൾ പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് അടുത്ത ജനറേഷനിൽ പോളിപ്പായിട്ട് മാറും. ഇതിനാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുക. ക്ലിയർ ആയോ? They have two body forms. Even കുഞ്ഞുങ്ങൾ ഇവരുണ്ടാക്കും. ഏത് റീപ്രൊഡക്ഷൻ? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇത് തിരിച്ചിങ്ങോട്ടും ആവും. ഏതാ റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇതിനാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുക. ദിസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ സം സിലിൻഡ്രേറ്റ്സ് ലൈക്ക് ഒബീലിയ. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണുന്ന ഒരു നിഡേറിയാണ് ഒബീലിയ എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ, ആൾട്ടർനേഷൻ ജനറേഷൻ എല്ലാത്തിലും ഉണ്ടാവില്ല, അതുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഒബീലിയ. ക്ലിയർ? ദെൻ എക്സാമ്പിൾ ഫോർ സിലിൻഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ഫൈസാലിയ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും ഫൈസാലിയ. ദെൻ അഡാംസിയ, സിയനിമൺ എന്ന് പറയും അഡാംസിയ. ദെൻ പെന്നാറ്റുല, സീപെൻ എന്ന് പറയും പെന്നാറ്റുല. ദെൻ ജോർജോഡിയ, എക്സെട്ര. 2-3 എക്സാമ്പിൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഫൈസാലിയ, അഡാംസിയ. ഓക്കെ, ക്ലിയർ? ഇതാണ് രണ്ടാമത്തത്, സിലിൻഡ്രേറ്റ. അതിലും 2 ക്യാരക്ടറാണ് ഓർമ്മ വരേണ്ടത്. ഒന്ന് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്, അത് എന്തിനാന്നുള്ളതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. രണ്ടാമത്തത് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പഠിക്കണം. അപ്പോഴാണ് 2 ബോഡി ഫോം വരിക, പോളിപ്പും മെഡൂസയും ഒക്കെ. അപ്പോൾ ആ 2 ബോഡി ഫോമിന്റെ 2 പ്രത്യേകതകളും അറിയാം. ഇതാണ് സിലിൻഡ്രേറ്റയിൽ ഓർത്തിരിക്കാനുള്ളത്. നൗ ദി നെക്സ്റ്റ് ഫൈലം ഈസ് ടീനോഫോറ. ഫൈലം ടീനോഫോറ. ഇതിനൊരു കോമൺ നെയിം ഉണ്ടല്ലോ. എന്താണ്? കോംബ് ജെല്ലീസ് അല്ലേ? വൈ ദേ ഗോട്ട് ദി നെയിം കോംബ് ജെല്ലി? അതാണ് ഇതിലെ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റ്. എന്തുകൊണ്ടാണ് ടീനോഫോറിനെ കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്? യെസ്, ബിക്കോസ് they have 8 rows of external cilia. These 8 rows of external cilia are called comb plates. So an important feature of Ctenophora is the presence of comb plates. Comb plates are
rows of cilia which are 8 in number present on their surface, and it is used for locomotion or movement. ടീനോഫോറിന് വെള്ളത്തിലൂടെ നീന്തുന്നതിന് വേണ്ടി, സഞ്ചരിക്കുന്നതിന് വേണ്ടി അവയുടെ ബോഡിയുടെ സർഫസിൽ സീലിയയുടെ 8 നിരകൾ കാണാൻ പറ്റും. ആ സീലിയയുടെ 8 നിരകൾക്കാണ് കോംബ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ക്യാരക്ടർ. Then second character is they have the power to release light. The capacity of organism to emit light is called, yes, bioluminescence. So they show bioluminescence. That is, they can produce light, and that character is called bioluminescence. So these are the two important features of Ctenophora. You have to remember, that is presence of comb plates and bioluminescence. Then example for ctenophores are pleurobrachia. എന്ന് പറഞ്ഞാ എല്ലാവരും pleurobrachia and Ctenoplana. രണ്ടാമത്തെ എക്സാമ്പിൾ ഏതാ? Ctenoplana. So this is about Ctenophora. ഏതൊക്കെ ഓർത്തിരിക്കേണ്ടത്? കോംബ് പ്ലേറ്റ്സും ബയോലൂമിനിസെൻസ്. ക്ലിയർ? Then next phylum is Platyhelminthes. Most of the Platyhelminthes are parasites, and they have some parasitic adaptations. അധിക പ്ലാറ്റിഹെൽമിന്തസും പാരസൈറ്റുകളാണ്. അതുകൊണ്ട് പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയാണ് ഇതിൽ ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ദി പാരസിറ്റിക് ഫോം possess hooks and suckers. അതാണ് ഒന്നാമത്തെ ക്യാരക്ടർ. പാരസിറ്റിക് ഫോംസ് possess hooks for clinging on the body of host. ഹോസ്റ്റിന്റെ ബോഡിയിൽ പിടിച്ചു നിൽക്കാൻ, അതിനാണ് ഹുക്ക്, കൊളുത്തുകൾ. ദെൻ സക്കേഴ്സ് ഫോർ സക്കിംഗ് ദി ബോഡി ഫ്ലൂയിഡ്. അവരുടെ ബോഡിയിൽ നിന്ന് ലിക്വിഡ് വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് സക്കേഴ്സ്. സോ പാരസിറ്റിക് ഫോംസ് possess hooks and suckers, and some can absorb fluid directly through their body surface. ചിലതിന് അവരുടെ ബോഡി സർഫസിലൂടെ ബോഡിൻ്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യാനും കഴിയും. അപ്പം ഇത് മാത്രമാണ് ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പ്ലാറ്റിഹെൽമിന്തസ് possess hooks and suckers. അതിലെ പാരസൈറ്റ്സിലാണ് അത് ഉണ്ടാവുക. ദെൻ എക്സാമ്പിൾ ഇതൊക്കെയാണ് പഠിച്ചിരുന്നത്. ടീനിയ ഓർ ടാപ്വേം, അല്ലേ? ദെൻ ഫാസിയോള or liver fluke. So two examples are Taenia and Fasciola. ഏതാ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ? ഓർത്തിരിക്കേണ്ട ഫീച്ചർ presence of hooks and suckers. Then next phylum is Aschelminth. Aschelminth or Aschelminthus. And in Aschelminthus we can observe males and females, and that males and females can be distinguished. Presence of male and female, or when the sexes are separate, that condition is called dioecious. So they are dioecious. നേരത്തെ നമ്മൾ പഠിച്ചതാ അല്ലേ? Dioecious, monoecious. Sexes are separate, sexes are not separate. Hermaphrodite, ആ ടേമുകളൊക്കെ പഠിച്ചില്ലേ? So here sexes are separate, and so it is called dioecious. And in them, male and females are
ഡിസ്റ്റിങ്ക്യൂസ്ഡ്. മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ അറിയാ? ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽസ്. ഇതാണ് അതിൽ നിങ്ങൾ പഠിക്കേണ്ടത്. മെയിൽസിനെയും ഫീമെയിൽസിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റും. സാധാരണ ഫീമെയിൽസ് മെയിലിനേക്കാളും വലുതായിരിക്കും. ദേ ആർ ലാർജർ ആൻഡ് സ്റ്റൗട്ടർ ദാൻ ദി മെയിൽസ്. ആൻഡ് ദി പോസ്റ്റീരിയർ എൻഡ് ഓഫ് മെയിൽ ഈസ് കർവ്ഡ്. മാത്രമല്ല മെയിലിൻ്റെ പോസ്റ്റീരിയർ എൻഡ് ഇങ്ങനെ വളഞ്ഞിട്ടാണ്ടാവുക. വിത്ത് 2 സ്മോൾ സ്ട്രക്ചേഴ്സ് കോൾഡ് പീനിയൽ സീറ്റ്. അവിടെ 2 ചെറിയ സ്ട്രക്ചർ ഉണ്ടാവും, അതിന് പീനിയൽ സീറ്റ എന്ന് പറയും. ഇപ്പം ഇത് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെപ്പറേറ്റ് ഓർ ദേ ആർ ഡയേഷ്യസ് ആൻഡ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്യൂസ്ഡ് ബേസ്ഡ് ഓൺ their size. Females are larger than males. Females are larger than males. Then example is ascaris or roundworm. Then Wuchereria or filarial worm. Then ancylostoma or hookworm. ഈ 3 എക്സാമ്പിൾ: സ്കാരിസ്, ഉച്ചറേറിയ ആൻഡ് ആൻസിലോസ്റ്റോമ. സോ ദിസ് ഇസ് അബൌട്ട് ആഷൽമിന്തസ്. ഇതിലെ ബോഡി ക്യാവിറ്റി എന്തായിരുന്നു? യെസ്, സീഡോസീലോ. അതും ഇതിൻ്റെ കൂടെ ഓർമ്മയിൽ വരണം കേട്ടോ. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം Annelida, the phylum of earthworm. ഈ ഫൈലത്തിൻ്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് ഈ അനലിഡ എന്നുള്ള പേര് കിട്ടിയത്? അന്യൂൾസ്, റിങ്സ്. എന്തുകൊണ്ടാ? യെസ്, ദേ ആർ സെഗ്മെന്റഡ്. സോ first important feature of this phylum is they are metamerically segmented. Metamerism or metamerically segmented. What is metamerism or metamerically segmented? എന്താ metamerism എന്ന് പറഞ്ഞാൽ? Body is externally and internally divided into pieces with a serial repetition of at least some organs. ബോഡി എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പീസിലും കുറച്ച് ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരികയും ചെയ്യും. അതിനാണ് മെറ്റാമറിസം എന്ന് പറയുക. അങ്ങനെയുള്ള ബോഡിക്കാണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി എന്ന് പറയുക. അങ്ങനത്തെ ആനിമൽസിനാണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആനിമൽസ് എന്ന് പറയുക. ഇതാണ് അനലിഡയുടെ ഒരു പ്രത്യേകത. Second is some annelids are aquatic. ചില annelids aquatic. An example is Nereis. In aquatic form, like Nereis possess special appendages for swimming, and such appendages are called parapodia. Parapodium singular, plural parapodia. So another character is presence of parapodia. These are lateral appendages present on the 2 sides of the body in aquatic annelids like Nereis for swimming. നീന്താൻ വേണ്ടി അക്വാട്ടിക് അനലിഡ്സിന്റെ 2 സൈഡിലും ഇങ്ങനെ ഫ്ലാപ്പ് പോലുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതിനാണ് പാരാപോഡിയ എന്ന് പറയുക. Then third, what is the excretory organ of annelid? Yes? Okay, nephridia. So they have nephridia. And this nephridia are the organs for excretion and osmoregulation.
for excretion and osmoregulation, they have organs known as nephridia. So these are the three characters you have to remember in Annelida. That is, they are metamerically segmented. Aquatic forms possess parapodia for locomotion, and they have nephridia for excretion and osmoregulation. So what is the function of nephridia? Excretion and osmoregulation. Then example are ഒരെണ്ണം ഇവിടെ നമ്മൾ പഠിച്ചു അല്ലേ, നീറിസ്. Another example, Pheritma, that is earthworm, and another one is Hirudinaria or leech. So these are the three examples. Clear?